ടുഡേ ഈസ് വെരി സ്പെഷ്യൽ ഡേ ഫോർ മീ. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ട്രാവൽ സ്റ്റുഡൻ്റ് എന്നാണ്. സോ ഞാൻ ആ യൂട്യൂബ് ചാനലിൻ്റെ ഇൻഫർമേഷൻസും പിന്നെ ഞാൻ എന്താണ് ആ യൂട്യൂബ് ചാനലിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. റൈറ്റ് നൗ ഐ എം ഇൻ ഫ്രണ്ട് ഓഫ് ഇബൻ ബത്തൂത്ത മാൾ. സോ എപ്പോഴും ഞാൻ ഇബൻ ബത്തൂത്ത മാളിൽ വരുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നും ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കും. ആക്ച്വലി ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്, ഇബൻ ബത്തൂത്ത ഈസ് വൺ ഓഫ് ദ യുണീക്ക് ആൻഡ് എവർ ബിൽഡ് തീം ബേസ്ഡ് യുണീക്കുമാണ്. അതുപോലെ തന്നെ ഒരു തീം ബേസ്ഡ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരേ ഒരു മോളാണ് UAE. സോ ടുഡേ ഞാനിപ്പോൾ ഇബൻ ബത്തൂത്തയിൽ വന്നപ്പോൾ ഐ തോട്ട് ദിസ് ഇസ് ദ പെർഫെക്റ്റ് ടൈം ഒരു വീഡിയോ ചെയ്തിട്ട് എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. സോ അതാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഹായ്, വെൽക്കം ടു ഇന്ത്യ കോട്ട്. ആക്ച്വലി ഇതാണ് ഇന്ത്യ കോട്ടിൻ്റെ ഒരു മെയിൻ ഡോം. ഈ മുകളിൽ കാണുന്ന ഈ ബ്രൈറ്റ് റെഡ് ആൻഡ് വൈറ്റ് കളർ ഡിസൈൻസ്, ഈ കമാനങ്ങളെല്ലാം താജ്മഹൽ, അതായത് മുഗൾ എംപയർ കാലത്ത് ഇന്ത്യയിലെ ആർക്കിടെക്ചറിൻ്റെ ആ ഒരു മാതൃകയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇന്ത്യ കോട്ടിലെ നമ്മളുടെ എലഫൻറ്റ് ക്ലോക്ക്. ഇത് മൂവ് ചെയ്യുന്നൊരു ക്ലോക്കാണ്. സോ അതിൻ്റെ പുറകിൽ കാണുന്ന ഡോം, അത് കയറി വരുമ്പോഴുള്ള ഡോമാണ്. അത് താജ്മഹലിലെയും പിന്നെ നമ്മളുടെ മുഗൾ ആർക്കിടെക്ചറിൻ്റെയും ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അൽ ജസാരി ഉള്ള ഒരു എഞ്ചിനീയറാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ ആ ഭാഗത്ത് തുടങ്ങി ഈ പറയുന്ന ഈ കാണുന്ന ഈ അതായത് ഈ സ്കൾപ്ചേഴ്സ് എല്ലാം തന്നെ ഒരു അൽ ജസാരിയുടെയാണ് ഇൻവെൻഷൻസ്. സോ ഇതിലെല്ലാം ഇങ്ങനെ അത് എഴുതിയും വെച്ചിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഈ ഡോം, ഈ എലഫൻറ്റ് ക്ലോക്ക്, ആ കയറി വരുമ്പോഴുള്ള സ്ഥലത്തെ ആ ഒരു സ്കൾപ്ചേഴ്സ് എല്ലാം തന്നെ അൽ ജസാരിയുടെയാണ് ഇൻവെൻഷനാണ്. അൽ ജസാരീസ് ഇൻവെൻഷനാണ്. സോ നമ്മൾ നെക്സ്റ്റ് മുന്നോട്ട് പോകുന്നത് ചൈന കോട്ടാണ്. നമുക്ക് റെഡ് കളർ കാണാം. Oh my God! See that bright yellow and that red color, and in between that golden color. It's really amazing. It's really beautiful actually. And I think ചൈന കോട്ടിൽ അവർ ഈ ഒരു വലിയൊരു ബോട്ട് വെച്ചിരിക്കുന്നുണ്ടോ, അതായത് നമ്മുടെ ബാരൽസ്, നമ്മൾ ഒരു ട്രേഡ്, അതായത് അവരുടെ ആ ഒരു വളരെ റിച്ച് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ഉണ്ടല്ലോ ചൈനയുടെ. അതായത് സിൽക്ക് റൂട്ട്, ആ ട്രേഡ്, അവർ പല രാജ്യത്തോട്ടും ലോകത്തിൻ്റെ പല ഭാഗത്തോട്ടും അവർ ട്രേഡിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അല്ലേ. ഈവൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, നമ്മുടെ കൊച്ചിയിലുണ്ട്, ചീന വലയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അങ്ങനെ. സോ അതെല്ലാമാണ് ചൈനയുടെ ഈ ഒരു വളരെ ബ്യൂട്ടിഫുള്ളും ഭയങ്കര, ഐ ലൈക്ക് ഇറ്റ് റിയലി വെരി മച്ച് ആക്ച്വലി. How beautiful it is. See that yellow one? Oh my gosh. I feel like I am just in a palace. So നമുക്ക് നോക്കാം ആരാണ് ഇത് ഡിസൈൻ ചെയ്തത്. See, from that entrance onwards until ഈ കോട്ടിൻ്റെ പകുതി ഭാഗം വരെ ഈ ഒരു ബോട്ടുണ്ട്. സോ ഇറ്റ്സ് റിയലി ഹ്യൂജ് വൺ. ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് വെരി ലൈവ്ലി. ആ കളേഴ്സ് വളരെ ബ്രൈറ്റ് ആയിട്ട്, ആ മുകളിലുള്ള ബ്ലൂ കളേഴ്സ്, പിന്നെ ആ ലൈറ്റ്, പിന്നെ ഈ ബോട്ട്, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കല്ല, ഒരു പാലസിൽ അതേ ഒരു ഫീലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് ആക്ച്വലി. നമ്മൾ കയറി വരും തോറും ആ ഡിസൈൻ, ആർക്കിടെക്ചറൽ ഡിസൈൻസ്, ആ സ്ട്രോങ് ആയിട്ടുള്ള റെഡ് കളറ്, പിന്നെ ആ ഗ്രീനിഷ് കളറ്, പിന്നെ നിങ്ങളിത് കണ്ടായിരുന്നു, ഈ വുഡിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടോ? ആക്ച്വലി ഇറ്റ്സ് കൈൻഡ് ഓഫ്, ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ 3D കൈൻഡ് ഓഫ്. ഇറ്റ്സ് നോട്ട്, മേ ബി ഇറ്റ്സ് എ വുഡ് വർക്ക്, ഐ ഡോണ്ട് നോ. ചൈന കോട്ടിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എൻട്രൻസിൽ നമ്മളൊരു വലിയൊരു ഹ്യൂജ് കോറിഡോറായിട്ട് മോളിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് വരുന്നത്. നമ്മൾ അവിടെ ഒരു സെങ് ഒരു ഇൻഫർമേഷൻ, അദ്ദേഹം ഒരു നോളജ് റീഡിസ്കവേർഡ് ചെയ്തിട്ടുള്ള, 1000 years ഓഫ് നോളജ് റീഡിസ്കവേർഡ് എന്നുള്ള ഒരു ബാനർ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കോറിഡോർസ് പിന്നെയും നമ്മളുടെ ഒരു അതേ സ്റ്റൈൽ, അതേ തീമിൽ, ആ റെഡ് ആൻഡ് ഗ്രീൻ, പിന്നെ ആ ഒരു നമ്മളുടെ ഒരു സൈഡിലുള്ള ഒരു വുഡ് വർക്കിൻ്റെ
അതെല്ലാം അതുപോലെ തന്നെ അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. So I feel like to walk little more towards China Court. I think that's a entrance from China Court that side. So let's see we go any other court and explore more. I hope you guys like this China Court architectural design and this vibrant color. So നിങ്ങൾ ദുബായ് വിസിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിവിടെ വരാം. So it's very beautiful. ഏതോ ഒരു മ്യൂസിയത്തിലോട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. ആക്ച്വലി ഒരു മ്യൂസിയത്തിൻ്റെ ഒരു ചാമുണ്ട് ആക്ച്വലി മോളിൽ. അതുപോലെയാണ് ഈ ചൈന കോർട്ടിൻ്റെ ഒരു തീം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചൈന കോർട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഒരു തീമാണ് ഒരു ഇസ്ലാമിക് ആസ്ട്രോളബിൾ ടൈമിംഗ് സെലസ്റ്റിയൽ ഇവൻസിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു തീം അവിടെ കാണിച്ചിട്ടുണ്ട്. വളരെ ഇൻഫോർമേറ്റീവാണ്. ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് റിയലി നമ്മളൊരു പഴയ കാലത്ത് നമ്മളുടെ ആളുകൾ എങ്ങനെയാണോ സമയവും കാലവും ഒക്കെ നോക്കിയിരുന്നത് അതെല്ലാമാണ് ഇവിടെ ഇൻഫോം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അറബിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ വായിക്കാനായിട്ട് വളരെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. നമുക്ക് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാം എന്താണ് ടൈമിംഗ് സെലസ്റ്റിയൽ ഇവൻറ്റ്സ് എന്നുള്ളത്. പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ ഫിസിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള സയൻസിലൊക്കെ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ക്യാൻ കം ഓവർ ഹിയർ ആൻഡ് എക്സ്പ്ലോർ ഓൾ ദിസ് ഇൻഫർമേഷൻ. പിന്നെ ഇവിടെ നമുക്ക് ഇസ്ലാമിക് മെഷറിങ് ആംഗിൾസ് ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ജന്തർ മന്ദർ എന്നില്ലേ അതുപോലെയുള്ള ഒരു മെഷറിങ് ആംഗിൾസ് ഒക്കെ സ്കൈയിൽ കൊടുത്തിട്ടുണ്ട്. എനിക്കിത് ആ തടിയിൽ നമ്മളുടെ താഴെ കണ്ടോ വളരെ ഷൈനി ആയിട്ട് അത് ചെയ്തേക്കുന്നത്. വളരെ ഇപ്പോൾ വളരെ നമ്മൾ ഒരു പുതിയൊരു ഇതാണെന്ന് തോന്നുള്ളൂ. അത്രയും നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മോഡലിംഗ് ദി യൂണിവേഴ്സ്, പിന്നെ അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആസ്ട്രോളബിൾസ് ആണ്, എല്ലാ ആസ്ട്രോളജി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വായിക്കാം. സോ ഈ ഒരു തീമിൽ അതായത് നമ്മുടെ പേർഷ്യ കോർട്ടിൽ ഒരു ആസ്ട്രോളജി അങ്ങനെയുള്ള ഓരോ തീമാണ് കൊടുത്തേക്കുന്നത്. Armillary sphere tracing the great circles of heavens. Oh my god, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. സോ താല്പര്യമുള്ളവർ ഇത് വായിക്കുക. ഞാനൊരു 2 minutes ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് കാണിക്കാം, നിങ്ങൾക്ക് വായിക്കാം. ഇനി ഇവിടെ ദുബായിൽ വന്ന് ഇവിടെ ഇതിന് ബത്തുത്വം വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ താല്പര്യമുള്ളവർക്ക് ഇത് നോക്കാം. നമ്മളവിടെ നിന്ന് നേരെ പേർഷ്യൻ കോർട്ടിൻ്റെ നമ്മുടെ മെയിൻ ഏരിയ പേർഷ്യൻ കോർട്ടിൻ്റെ ആ ഡോമിൻ്റെയും മെയിൻ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ വരുമ്പോൾ പ്രധാനമായിട്ടും ഇറ്റ്സ് എ സ്റ്റണ്ണിങ്, ആബ്സല്യൂട്ട്ലി വെരി ബ്യൂട്ടിഫുൾ, ഭയങ്കര വൈബ്രൻറ്റ് കളർ, ബ്ലൂവിൻ്റെ പല ഷെയ്ഡിലുള്ള കളറിൽ ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചർ ഡിസൈൻ ഈസ് വെരി ഫേമസ്. ലൈക്ക് മോസ്കൊക്കെ നമ്മൾ പണിയില്ലേ താജ്മഹൽ അതുപോലെയുള്ള വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സ്പിരിറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസാണിത്. ഐ തിങ്ക് ദിസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ ദ മോൾ. കാരണം എൻ്റെ ഭാഗത്ത് പറയുവാണെങ്കിൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സോ ഇതാണ് പേർഷ്യൻ കോർട്ടിൻ്റെ ആ ഒരു ഡോമിൻ്റെ, അതായത് ആക്ച്വലി നമ്മളിപ്പോൾ കണ്ട ഡോമിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് കേട്ടോ ഈ ഒരു കോറിഡോർ വരുന്നത്. എനിക്ക് ഈ ലൈറ്റ് കണ്ടിട്ട് ആക്ച്വലി ഇവർ ഹാങ് ചെയ്തിരിക്കുന്ന ലൈറ്റ് കണ്ടോ, അതിൻ്റെ മുകളിലൂടെ പോകുന്ന ക്രീം ഒരു ഓഫ് വൈറ്റ് കളറിൽ ഒരു ഗോൾഡൻ കളർ വരുന്നുണ്ടല്ലേ. ആക്ച്വലി അത് ലൈറ്റ് ഹാങ് ചെയ്യുന്ന ലൈറ്റും ആ കളേഴ്സ് പിന്നെ രണ്ട് ഭാഗത്തുമായിട്ട് ആക്ച്വലി ഒരു ഇൻ്റർനാഷണൽ റീറ്റെയിൽ വളരെയധികം നമുക്ക് വേൾഡ്ലി ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ഷോപ്സാണ് ഉള്ളത് ഇവിടെ. അതിൻ്റെ കൂടെയാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തീംഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഈ മോളിലുള്ളത്.
സോ ഇതെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എനിക്ക് ഈ ലാമ്പിന് കണ്ടിട്ട് കുറച്ചും കൂടി കൊണ്ട് മുൻപോട്ട് നടക്കാൻ തോന്നുന്നു. ഞാനിവിടെ ഈജിപ്ത് കോട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആക്ച്വലി ഐ കുഡിൻ ഫൈൻഡ് ദാറ്റ്. സോ ഇറ്റ്സ് റിയലി ഹ്യൂജ് ദിസ് മോൾ. സോ നമ്മൾ ഈജിപ്ത് കോട്ടിൻ്റെ ഒരു എൻട്രൻസിലോട്ട് കയറുവാണ് കേട്ടോ. ഞാൻ കരുതി നമ്മളിപ്പോൾ ആ വലിയ ഭംഗിയുള്ള ആ ഒരു കമാനവും ആ ഒരു ഡോമല്ല ഈജിപ്ത് കോഡിൻ്റെ ഭാഗമാണെന്ന് കരുതിയത്. ബട്ട് ഇവിടെ ഈജിപ്ത് കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. സോ ഇവിടെ നമുക്ക് ഒത്തിരി റഷ് ഉണ്ട്. മേ ബി ഇന്ന് ഈവനിങ് ആയതുകൊണ്ടും പിന്നെ ഫെസ്റ്റീവ് സീസൺ ആയത് കാരണം ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് ഇന്ന്. ഇത്തിരി റഷ് ഡേ ആണ്. സോ നമുക്ക് ലെറ്റ്സ് എക്സ്പ്ലോർ ഈജിപ്ത് കോട്ട്. ഗൈസ്, നമ്മളിപ്പോൾ ഈജിപ്ഷ്യൻ കോട്ടിൻ്റെ ഒരു എൻട്രൻസിലാണ് നിൽക്കുന്നത്. യു ക്യാൻ സീ ദാറ്റ് കോറിഡോർ ആൻഡ് ദ സീലിംഗ്, ആ ഒരു ആർക്കിടെക്ചറൽ തീം കാണാമല്ലോ. പിന്നെ നമുക്ക് ആ ഒരു പാം ട്രീസ് ഒക്കെ, ഒരു ലൈവ് പാം ട്രീസ് ഉണ്ട്. സോ യു സീ ദാറ്റ് സൈഡിലുള്ള ആ ഒരു കമാനം, ആ ഒരു വിൻഡോസ്, ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു വുഡിൻ്റെ, അതൊരു വുഡാണ് ഫുൾ. ഐ തിങ്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി വുഡൻ. ഒരു നാച്ചുറൽ ഒരു അവരുടെ ആർക്കിടെക്ചർ എല്ലാം നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ നമ്മൾ കാണാമല്ലോ വുഡിൻ്റെ, അതാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇതാണ് ഈജിപ്ത് കോട്ടിൻ്റെ ആ ഒരു ബിഗ് കോറിഡോർ. പിന്നെ ആ ലാമ്പ് ഇവിടെയും ഉണ്ട് കേട്ടോ. അത് ആ പേഷ്യൻ കോറിഡോർ തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഒരു പാം ട്രീ കണ്ട് ഇറ്റ്സ് വെരി ക്യൂട്ട് റൈറ്റ്. ആളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക. ഒറ്റയ്ക്കല്ല, ദർ ആർ സോ മെനി. ഐ തിങ്ക് ഒരു 6, 7, 8 പാം ട്രീസ് ഉണ്ട്. അത് മിഡിലായിട്ടാണ്. അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ ഇപ്പോൾ മുകളിൽ വരുന്ന കസ്റ്റമേഴ്സിന് അവർ രണ്ട് ഭാഗത്തുകൂടി പോകാൻ പറ്റും, അപ്പുറത്തും ഇപ്പുറത്തും. നടുക്ക് നമ്മൾ റോഡിൻ്റെ നടുക്കിൽ നമ്മളിങ്ങനെ പാം ട്രീസ് ഒക്കെ വെക്കത്തില്ല, അതുപോലെ ഇങ്ങനെ ലൈവായിട്ടുള്ള പാം ട്രീസ് ആണ്. എനിക്കതൊന്ന് പോയി ടച്ച് ചെയ്ത് നോക്കണമെന്നുണ്ട്. ലെറ്റ്സ് സീ ഇഫ് ഇറ്റ് ഈസ് ജെനുവിൻ or it's just maybe plastic or something. It's very huge one. Actually it's real one day. See the നമ്മുടെ ചകിരിയൊക്കെ കാണാലോ. Oh, it's really genuine one. Oh my gosh. സോ പാം ട്രീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ലൈവായിട്ടുള്ള പാം ട്രീസ് ഒക്കെ വെച്ചിട്ടുണ്ട് ആ കോറിഡോർ. പിന്നെ നമ്മൾ പറഞ്ഞ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ലാംപ്സ് രണ്ട് ഭാഗത്തും ഉണ്ട്. പിന്നെ അതിന് ഉള്ളിലൊരു തീമുണ്ട്. അതെന്താണെന്ന് നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാം. സോറി കേട്ടോ, എൻ്റെ ഹാൻഡ് ഇത്തിരി ഷേക്കിയാണ്. സോ എന്നാലും ഞാനത് മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. ആ വുഡിൻ്റെ മുകളിലുള്ള ഒരു ലൈറ്റും ആ ഒരു തീമും കൂടിയൊക്കെ വരുമ്പോൾ ഇറ്റ്സ് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു വളരെ അവരുടെ ഒത്തൻറ്റിക് ഈജിപ്ഷ്യൻ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ഇവിടെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഈജിപ്തിലൊന്നും ഞാൻ പോയിട്ടില്ല. ബട്ട് എനിക്ക് അതിൻ്റെ ഒരു സ്പിരിറ്റ് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ അവരുടെ ഈജിപ്ഷ്യൻ കോട്ടിൽ അവരുടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. റിതം സർക്കിൾസ് വിത്തിൻ സർക്കിൾസ് സെറ്റ് ടു എ റിതം ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ആ ഒരു കാലം സമയമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൊരു ഇൻഫർമേഷനാണ്. അതിൻ്റെ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനാണത്. സോ നമുക്കിവിടെ മുമ്പിൽ അവരുടെ മെയിൻ അട്രാക്ഷൻ തീം ചെയ്തിരിക്കുന്നത് ഒരു മേ ബി ഇറ്റ്സ് കൈൻഡ് ഓഫ് ക്ലോക്ക്, നമ്മൾ സെലസ്റ്റിയൽ ക്ലോക്ക് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് റിയലി ഹ്യൂജ് റൈറ്റ്. അതിൽ ആ പില്ലേഴ്സിൽ ഒരു കാവിങ് കണ്ടോ? ഞാനത് സൂം ചെയ്യാം. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ്. അതുപോലെ അവർ വളരെ ക്ലിയർ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഫ്രണ്ടിൽ എന്താണെന്ന് നോക്കാം, എന്താണ് അത് മീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഈജിപ്ത് കോട്ടിൻ്റെ മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്ക് ഫാറോ, നമ്മൾ ഈ മമ്മി മൂവിയില്ലേ,
അതിൽ കാണാൻ പറ്റത്തില്ല അവരുടെ ആ ഒരു ഡിസൈൻ. അതായത് നമ്മുടെ പിരമിഡ്സിൽ നമുക്ക് ആ ഫാഴോൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കാണത്തില്ലേ, രാജ്ഞി, അവരുടെ രാജാക്കന്മാർ, അവരുടെ ഫാഴോസ്, ക്യൂൻ, ആ ഒരു ഇതിലൊരു ഡിസൈൻ വരുന്നുണ്ട്. ആ ഒരു കോറിഡോർ മുഴുവനും ആ ഒരു തീമാണ് കൊടുത്തിരിക്കുന്നത്. ഐ തിങ്ക് ദർ ഈസ് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു വോള് കാണാം. ഞാൻ അങ്ങോട്ട് നടക്കാം. ക്രിസ്മസ് ആകെ 1-2 ദിവസമല്ലേ ഉള്ളൂ. ആളുകളൊക്കെ പർച്ചേസ് ചെയ്യുവാന്ന് തോന്നുന്നു കേട്ടോ ആക്ച്വലി. ഓ യാ, അവിടെയാണ് അതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു സ്റ്റോറീസ്, അതായത് പെയിൻറ്റിങ്സ് ആണ് നമ്മൾ അവർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ കൊടുത്തേക്കുന്ന പെയിൻറ്റിങ്സ് ആണ്. അതിലൂടെ അവരുടെ ഒരു ഹിസ്റ്ററിയുടെ ഒരു എല്ലാം അതിൽ നമുക്ക് വായിക്കാൻ പറ്റും. വളരെ വളരെ മൈന്യൂട്ടായിട്ട്, വളരെ, അതായത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട്, വളരെ ഒത്തൻറ്റിക് ഫീൽ ചെയ്യുന്ന ഒരു പെയിൻറ്റിങ് കളേഴ്സാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡോം അല്ല, ഇതൊരു സീലിംഗ്, ഇങ്ങനെ ഒരു വുഡിൻ്റെ ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത്. ബട്ട് അത് ഫുൾ, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതേ പെയിൻറ്റിങ്, അതായത് ആ ഒരു ഈജിപ്ഷ്യൻ ഫാഴോസിൻ്റെ, ക്യൂൻ, അവരുടെ കിങ്ങിൻ്റെ ഒക്കെ ഫാഴോസിൻ്റെ അപ്പോഴത്തെ ആ കാലത്തെ ഹിസ്റ്ററി, അതാണ് അവർ നമ്മൾ ഇവിടെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം മുഴുവനും അതാണ്. ഐ റിയലി ലൈക്ക് ദാറ്റ്. ഒരു വലിയൊരു ഹോളിൽ ഒരു ഇത് കണ്ടോ, ഒരു ഹോസാണെന്ന് തോന്നുന്നത്. അതെ, ഹോസാണ്. ആക്ച്വലി എനിക്ക് ഹോസാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. സോ ഇത് റിയലി നല്ലൊരു ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ആ പാം ട്രീസ്, പിന്നെ ഈ ആ പെയിൻറ്റിങ്സും കൂടി ആകുമ്പോൾ ആക്ച്വലി റിയലി കൂൾ. നിങ്ങൾക്ക് അതിലൊരു പ്യൂമയെ കാണാമോ? എത്ര മൈന്യൂട്ടായിട്ടാണ് അല്ലേ ആ പെയിൻറ്റിങ് ചെയ്തേക്കുന്ന പ്യൂമ. ഒരു പ്യൂമയല്ലേ അത്? യാ, പ്യൂമ. ഒരു നായാട്ടിന് പോകുന്ന, അതായത് ഈ ഫാറോസൊക്കെ അവർ നായാട്ടിന് പോകുന്ന ഒരു സ്റ്റോറി, ഒരു ചെറിയൊരു ഭാഗമാണ് അത് കാണുന്നത്. പിന്നെ ഇതാണ് ആക്ച്വലി എന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തത്. വളരെ ഹാൻഡ്സം ആയിട്ടുള്ള ഒരു ഫാറോൻ്റെ ഒരു പിക്ചറാണത്. അവരുടെ ഡ്രസ്സിങ്സ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈജിപ്ഷ്യൻ കോട്ടിൽ ഒത്തിരി ഏൻഷ്യൻ ഹിസ്റ്ററിയാണ് അവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഒത്തിരി റിച്ച് ആയിട്ടുള്ള കളേഴ്സ് അല്ല അവർ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. അവരുടെ ഹിസ്റ്ററിയിൽ എങ്ങനെയാണോ അവർ പിരമിഡ്സിൽ, അവരുടെ ഹിസ്റ്ററിയിൽ, അവരുടെ റെക്കോർഡ്സിലുള്ളത്, അത് തന്നെയാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗായ്സ്, ഞാനിപ്പോൾ ഈജിപ്ഷ്യൻ കോട്ട് കഴിഞ്ഞ് നമ്മൾ ഒരു ഓപ്പൺ സ്പേസിൽ അപ്പം ഒത്തിരി ടയേർഡായിട്ടുണ്ട് കേട്ടോ. കാരണം കുറേ നടന്നല്ലോ. മൂക്കിൽ എന്താ പറയുക, ലിപ്സ്റ്റിക്കൊക്കെ മൂക്കിലായിട്ടുണ്ട്. സോ ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് അവർ വന്നിട്ട് അവരുടെ മെനു കൊണ്ട് തന്നു. സോ ഐ ജസ്റ്റ് ഓർഡർഡ് 1 ഹോട്ട് ചോക്ലേറ്റ്. ഞാൻ നിങ്ങളത് കാണിക്കാം. Well, I think it's really yummy. I didn't ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല ആക്ച്വലി. പിന്നെ അവരുടെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് അവരുടെ അത് പ്രസൻറ്റ് ചെയ്ത്. ആക്ച്വലി ഞാൻ ഒരു ചെറിയൊരു ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തുള്ളൂ. അപ്പോൾ ഗ്ലോറിയ ജീൻസ് എന്നാണ് കോഫി ഷോപ്പിൻ്റെ പേര്. അവർ 100% അറബിക്ക ഹോൾ ബീൻ കോഫിയാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തത്. കാരണം ഞാൻ ലഞ്ച് ഇന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു മോർണിംഗ് ബ്രഞ്ച് എന്ന് പറയാം, ഇത്തിരി ഹെവി ആയിട്ടാണ് കഴിച്ചത്. അപ്പോൾ എനിക്ക് വിശക്കുണ്ടായിരുന്നില്ല. ഞാൻ നേരെ മുകളിൽ പോന്നു. പിന്നെ കുറച്ച് നടന്നല്ലോ, അപ്പോൾ എന്തായാലും എനിക്ക് വിശക്കുന്നുണ്ട്. സോ ഇത് സ്വീറ്റാണ് എങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഷുഗറിന് ആഡ് ചെയ്യേണ്ടതാണ്. സോ ലെറ്റ് മീ സീ ഹൗ ദ ഗ്ലോറിയ ജീൻസ് ഹോട്ട് ചോക്ലേറ്റ്. ഗൈസ്, നമ്മളിപ്പോൾ ബ്രാൻഡ് ബസാർ എന്ന് പറഞ്ഞൊരു ഷോറൂമിൻ്റെ ഉള്ളിലാണ്. ഇവിടെ നമുക്ക് യൂണിസെക്സ് ആയിട്ടുള്ള ഒത്തിരി നമുക്ക് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഒത്തിരി നമുക്ക് ഐറ്റംസ് ഉണ്ട്. അതായത് ഡ്രസ്സസ്, നമുക്ക് ഫുഡ് വിയേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. സോ ഇത് കുറച്ച് ഓഫേഴ്സ് ഉണ്ട് നല്ലത്. സോ എനിക്കിത് ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ.
കൊള്ളാല്ലേ. It's not that expensive by the way. 129. See the options here. ഫ്രോക്സ് തന്നെ നമുക്ക് ഒരു 60, 120 ആ റേറ്റിൽ വരുന്നുണ്ട്. സ്കേർട്സ് വരുന്നുണ്ട്. ഐ റിയലി ലവ് ദിസ് പ്ലീറ്റഡ് സ്കേർട്സ് ബിക്കോസ് നമുക്ക് എല്ലാ ടീഷർട്ടിൻ്റെ കൂടെ ഇടാം. അത്രയും നല്ലതാണ്. വാവ്, ഇതൊരു പീക്കോക്കിൻ്റെ ഒരു ഐ മീൻ മയിൽപ്പീലിയുടെ ഒരു പ്രിൻ്റ് ഉള്ള ഒരു ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ആക്ച്വലി. ടുണീഷ്യ കോട്ടിലാണിപ്പോൾ. ഗൈസ്, ആ ഫുഡ് കോർട്ടിൻ്റെ ഫുൾ ആ ഭാഗം തുടങ്ങി ഈ ഭാഗം വരെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലും നിങ്ങളൊന്ന് കാണുക. സോ എന്തൊരു വൈബായിരിക്കും അല്ലേ, ആ ഫുഡ് കോർട്ടിൻ്റെ ഉള്ളിൽ എന്തൊരു വൈബായിരിക്കും അല്ലേ. ഇങ്ങനെ റിയലി ബ്യൂട്ടിഫുൾ. ഈ മോളിൻ്റെ ഒരു ഭാഗമാണ് ടുണീഷ്യ കോർട്ടിൻ്റെ അണ്ടറിൽ ആ ഒരു ഭാഗത്തായിട്ട് കാണുന്നൊരു ഫുഡ് കോർട്ടാണത്. നിങ്ങളിങ്ങനെ ഒരു മോളിൻ്റെ ഉള്ളിൽ ഒരു തീം ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് കോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേറെ എവിടെയെങ്കിലും? ഇങ്ങനെ ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് കോർട്ട്, ഒള്ളി ഫുഡ് കോർട്ടാണ് ഈ സൈഡ് കാണുന്നത്. എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് കാണാം. KFC ഉണ്ട്, അവിടെ എല്ലാം ഉണ്ട്. മാക്ഡി ഉണ്ട്, എല്ലാം ഇൻസൈഡ് ഉണ്ട്. പക്ഷെ നമുക്ക് പോകാൻ സമയമില്ല. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിരിക്കുന്നു. മോള് ലെങ്തിയാണ്, ബട്ട് വീഡിയോ ഓൾസോ ലെങ്തി ആയിരിക്കും. Guys, so this is the last court of Ibn Battuta Mall, Andalusia. So Andalusia is very famous, a very small town in southern Spain. Actually, the famous art forms like flamenco dance, music founded in originated from Andalusia, and they are very famous for their architectural designs. So you can see that beautiful yellow sandalwood color wood carving. Actually, also we also have South India. We have lots of wooden work ile ഒത്തിരി സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വുഡൻ കാർവ്ഡ് ഡിസൈൻസ് ആണ് നമ്മൾ ഇതിൻ്റെ റൂഫിൽ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രണ്ട് ഭാഗങ്ങളിലും കോറിഡോറിൻ്റെ വളരെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാൻഡൽ കളറിലെ ഒരു ഡിസൈനും പോകുന്നുണ്ട്. ആൻഡ് ദ കോറിഡോർ, ഈ കോറിഡോർ ഓൾ ഈ മുഴുവനും എൻഡ് വരെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രൈറ്റ് യെല്ലോ കളർ ഒരു ലാമ്പാണ്. ഈജിപ്ഷ്യൻ കോട്ടണിലൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ചെന്നെത്തുന്നത് ആൻഡലൂഷ്യയിലെ ഒരു കാസ്റ്റലിലെ വളരെ പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഒരു തീമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ദിസ് ഈസ് റിയലി സ്പെക്ടാക്കുലർ actually, and it's very one of the famous tourist spot in Andalusia. ഇതൊരു ഫൗണ്ടെയിൻ ആണ്, റണ്ണിങ് ഫൗണ്ടെയിൻ ആണ്. ബട്ട് ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി വെള്ളമില്ല, നമുക്ക് അത് വർക്ക് ചെയ്യുന്നില്ല. സോ അതർവൈസ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഇഫ് ഇറ്റ് ഈസ് വർക്കിംഗ്. പിന്നെ ഈ ഭാഗത്തെല്ലാം ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ് കൂടുതലും. സോ ഗായ്സ്, അപ്പോൾ വിഷ് യു ഹാപ്പി ക്രിസ്മസ്. എൻ്റെ ഇത്രയും നേരം ഈ ചെറിയ വീഡിയോ വാച്ച് ചെയ്തതിനും പിന്നെ വീണ്ടും അടുത്ത വീഡിയോ നിങ്ങൾ ഇതുപോലെ കാണുമെന്നും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. സോ വിഷ് യു ഹാപ്പി ക്രിസ്മസ്. സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ സേഫ്, and I will upload more videos. Please subscribe my channel and support the Travel Squid. Thank you so much guys. See you.